പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ അബ്രഹാം എന്ന നമ്മുടെ ആദി പിതാവിൻ്റെ ആ ചരിത്രം നമ്മളൊരു അവലോകനം, നമ്മൾ 25-ാം അധ്യായം വരെയുള്ളത് നമ്മൾ അബ്രഹാത്തെ പറ്റി പറയുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി അടുത്തത് ഇസ്ഹാക്കിൻ്റെ ഭാഗമാണ്. അധ്യായം 21 മുതൽ ഉൽപ്പത്തി അധ്യായം 21 മുതൽ 28 6 വരെയാണ് ഇസ്ഹാക്കിൻ്റെ ഭാഗം കാണുന്നത്. പിന്നെ 35-ാം അധ്യായത്തിൽ 3 വാക്യങ്ങൾ 27 മുതൽ 29 വരെയുള്ള 3 വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണമാണ്, പിതാവിൻ്റെ ഇസ്ഹാക്ക് എന്ന നമ്മുടെ പൂർവ്വപിതാവിൻ്റെ മരണത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ ഈ അധ്യായങ്ങളിലൂടെ അബ്രഹാത്തെപ്പറ്റി വിശദമായിട്ട് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇസ്ഹാക്കിനെ പറ്റിയും നല്ല ഒരു അറിവ് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ ശേഷം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് പിറന്ന മകനാണ്, വാഗ്ദത്ത സന്തതിയാണ് ഇസ്ഹാക്ക്. അത് നമ്മുടെ പൂർവ്വ പിതാവ് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇസ്ഹാക്കിനെ പറ്റി നോക്കുമ്പോൾ അബ്രഹാത്തെ പോലെ അത്രത്തോളം ദൈവത്തോടങ്ങ് എല്ലാ സമയത്തും അങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരാളല്ലായിരുന്നു എന്ന് കാണാം. പലപ്പോഴും അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പനിൽ നിന്നും മകന് ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെന്നല്ല പറയുന്നത്, ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ലായിരുന്നു എന്നല്ല പറയുന്നത്, അത്രത്തോളം ആയിട്ടില്ലായിരുന്നു. അതിൻ്റെ കുറവുകൾ അദ്ദേഹത്തിൽ ഇസ്ഹാക്കിൽ അവസാന കാലം വരെയും ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യായം 21 ഇസ്ഹാക്കിൻ്റെ ജനനമാണ് പറയുന്നത്. ദൈവം പറഞ്ഞിരുന്ന സമയത്ത് തന്നെ അബ്രഹാത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. ആ പ്രസവിച്ച മകന് അവർ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. ആരാണ് ഇസ്ഹാക്ക്? വാഗ്ദത്ത സന്തതിയാണ്. എത്ര വർഷം കൊണ്ട്? 30 വർഷം കൊണ്ട് കർത്താവ് ഇങ്ങനെ അബ്രഹാത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിനക്കൊരു പുത്രനെ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ അവസാനം തക്ക സമയമായപ്പോൾ, അതായത് അബ്രഹാം നല്ലപോലെ വാർദ്ധക്യമായപ്പോൾ ആ പുത്രനെ കൊടുത്തു. കാരണം ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിതാവായ അബ്രഹാത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ഞാൻ ഇത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്തു ചെയ്യും, ദൈവം കൊടുത്തതാണെന്ന് അറിയണമെന്നില്ല. ആരോഗ്യമുള്ളപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് ആ പുരുഷൻ്റെ ആരോഗ്യം കൊണ്ടാണെന്നേ വിചാരിക്കത്തുള്ളൂ. ആരോഗ്യം ഭാര്യയും വൃദ്ധയല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവരുടെ ആരോഗ്യകാലത്ത് കുട്ടികളുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ചിന്തിച്ചത് അതിന് മനുഷ്യനാൽ അസാധ്യമായത് ആണ് എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും ഇങ്ങനെയാണ്. അപ്പോഴാണ് ദൈവം തീരുമാനമെടുക്കുന്നതും അത് പൂർണ്ണതയിലെത്തിക്കുന്നതും. അങ്ങനെ സാറാ പുത്രനെ പ്രസവിച്ചു. നമ്മളിത് പുതിയ നിയമത്തിൽ സഖറിയ ഏതാ പുരോഹിതനും എലിസബത്ത് ഇത് യോഹന്നാ സ്നാപകൻ്റെ അമ്മ. അപ്പോൾ ആ വൃദ്ധനായി കഴിഞ്ഞപ്പോൾ ഇനി ഒരു സാധ്യതയില്ല എന്ന് ജനങ്ങളെല്ലാം പറയാനായപ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. എന്നും പ്രാർത്ഥിക്കുന്നതല്ലേ, എന്നും അവിടെ ബലികൾ അർപ്പിക്കുന്നതാണ് സഖറിയ പുരോഹിതൻ. എന്നും ധൂപം വീശും. പക്ഷേ അന്ന് ധൂപം വീശിയപ്പോൾ ആ സമയമായപ്പോൾ എന്നും പുത്രനെ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്.
ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് മനസ്സ് നികർന്നത് അതിനു വേണ്ടിയായിരുന്നു. പക്ഷേ സമയം വന്ന ദൈവം ഇത് വാഗ്ദാനം സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാലാഖയെ സംശയിച്ചു. കാരണം ഇതങ്ങോട്ട് സാധിക്കുമോ? ഒരു പുച്ഛം പോലെയാണ് തോന്നിയത്. ഇത് സാധിക്കുന്ന കാര്യമൊക്കെ എന്നേ കഴിഞ്ഞു കാലം, പിന്നെന്തിനാ ഇങ്ങനെ പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരുന്നത്? പക്ഷേ ദൈവം തക്ക സമയത്ത് ഇടപെട്ടു. യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ എന്ന മകൻ ജനിച്ചു. അതുപോലെയാണ് ഇവിടെ അബ്രാഹത്തിന് ഈ ഇസ്ഹാക്കിനെ കിട്ടിയത്. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? കർത്താവ് ഇത് വാഗ്ദാനം പറഞ്ഞപ്പോൾ അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നിനക്കൊരു പുത്രനുണ്ടായിരിക്കുമെന്ന് സാറായോട് പറഞ്ഞപ്പോൾ സാറ മറഞ്ഞു നിന്ന്, വാതിൽക്കലും മറഞ്ഞു നിന്ന്, കൂടാരത്തിനകത്ത് മറഞ്ഞു നിന്ന് മുഖം 2 കൈയും കൊണ്ട് പൊത്തിച്ചിരിക്കുകയായിരുന്നു. കാരണം എന്ത് വലിയ തമാശയാണ് കർത്താവ് പറയുന്നത്, ഇത്രയും തമാശ അങ്ങ് പറയാൻ പറ്റുമോ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ അബ്രാഹമാണെങ്കിലോ അതിനേക്കാൾ ഒരു പടിയും കൂടെ കടന്ന് ദൈവത്തെ താഴ്ന്നു വണങ്ങുകയായിരുന്നു നിലം പറ്റേ. പക്ഷേ അവിടെ കുടുകൂടാ ചിരിച്ചും കൊണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ തമാശകളാണ് ഈ കേൾക്കുന്നത്, ദൈവത്തിന് എന്താ ഇത്രയും തമാശ പറയാനിപ്പോൾ എന്നോട് ഇങ്ങനെ കണ്ട് സംഭവിക്കുന്ന കാര്യമാണോ എന്നാണ് അവിടെ ബൈബിളിൽ പറയുന്നത്. കമിഴ്ന്ന് വീണ് ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മകന് ഇട്ട പേര് അവൻ ചിരിക്കുന്നു എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന പേരാണ് ഇട്ടത്. അപ്പോൾ ഇതിനു മുൻപ് അബ്രാഹത്തിനൊരു മകനുണ്ട്. അബ്രാഹത്തിന് മാത്രമാണ്, അതായത് സാറായിക്ക് അതുമായിട്ട് ബന്ധമില്ല. സാറായി ഏൽപ്പിച്ചു കൊടുത്തതാണ് വളരെ സുന്ദരിയായ തൻ്റെ അടിമ സ്ത്രീയെ, തൻ്റെ പരിചാരികയായ ഈജിപ്തുകാരി ഹാഗാറിനെ. അതിലൊരു പുത്രനെ സാറ നിർബന്ധിച്ച് അബ്രാഹത്തെ കൊണ്ട് അവളുടെ കൂടെ ശയിച്ച് ഒരു പുത്രനെ ഉണ്ടായി. അപ്പോൾ ഈ മകൻ സാറായിക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറായിലും അവളുടെ മാതൃത്വം ഉണർന്നു. ഇനി എൻ്റേത് മാത്രമാണ്, വാഗ്ദത്ത സന്തതിയാണ്, ദൈവം അനുഗ്രഹിക്കേണ്ടതാണ്, സർവ്വസമ്പത്തുകളുടെയും ഉടമസ്ഥനാണ്, കുടുംബം നടത്തേണ്ടുന്നവനാണ് എന്നുള്ള ചിന്ത ഉണർന്നു. ഹാഗാറിനാകട്ടെ ഈ പുത്രൻ ജനിക്കുന്നിടം വരെയോ ഹാഗാർ ഇനി യജമാനത്തി പുറത്താണ്, ഞാനാണകത്ത് എന്നുള്ള ഒരു ചിന്ത അവളെ ഭരിച്ചിരുന്നു. ആ നിന്ന അത് വെളിയിലും പ്രകടമായി. സാറായോടെ യജമാനത്തിയോടെ പെരുമാറുന്ന പെരുമാറ്റത്തിലും വ്യത്യാസം വന്നു. അബ്രാഹത്തിനെ കാണുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും, അപ്പോൾ ഇല്ലാതെ വരത്തില്ലല്ലോ. അപ്പോഴങ്ങനെ ഒക്കെ ഇരുന്നു. ഇസ്ഹാക്കിന് ഒരു 4 വയസ്സായപ്പോഴേ 4 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഇസ്മായേൽ, ആ ഹാഗാറിൻ്റെ സന്തതിക്ക് മകനുള്ള പേര് ഇസ്മായേൽ. ഇസ്മായേലിന് അവിടെ 9, 10, 11 വയസ്സായി. അപ്പോൾ ഇവർ തമ്മിൽ സന്തോഷമായിട്ട് ഇവർ തമ്മിൽ ചേട്ടനും അനിയനും കൂടെ, ഏതായാലും ചേട്ടനാണല്ലോ, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ ഇത് കണ്ടിട്ട് വളരെ ദുഃഖത്തോടെ കോപാകുലയായി. കാരണം ഇത്രയും സന്തോഷത്തോടെ ഇവർ കഴിയുമ്പോൾ ഇസ്ഹാക്കും ഈ അനിയനും കൂടെ സമ്മതിക്കും അവനാണ് മൂപ്പൻ, മൂപ്പ് സ്ഥാനം അവന് കിട്ടും, കടിഞ്ഞൂൽ സ്ഥാനം അവന് കിട്ടും എന്നുള്ളത്, ആ അവകാശങ്ങളെല്ലാം കിട്ടുമെന്നുള്ളതാണ് സാറ ചിന്തിച്ചത്. അതോട് പറഞ്ഞു ഈ അടിമ സ്ത്രീയെയും അവളുടെ കുട്ടിയെയും ഉടനെ ഇവിടുന്ന് നാട് കടത്തണം, കൊണ്ടുപോകണം, ഇനി മേലിവിടെ കാണരുത്, ഈ പ്രദേശത്ത് കാണരുത്, അവൾ ഒരിക്കലും ഇവിടെ വരാനിടയാകരുതെന്ന്. അപ്പോഴവൾ അങ്ങനെ പോയി. അവരെ മരുഭൂമിയിൽ ഇറക്കി വിടുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ പറഞ്ഞതും കൊണ്ട് ഉടനെ പോകാൻ പറ്റുമോ? അബ്രാഹാം ധർമ്മസങ്കടത്തിലായി, കഴിച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റത്തില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ അങ്ങനെയായി. ഹാഗാറും ഹാഗാറിൻ്റെ മകനും അബ്രാഹത്തിന് അങ്ങനെ ആയിരുന്നു. കാരണം ആദ്യമായിട്ടുണ്ടായ സന്തതിയല്ലേ, അത് അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇന്ന് അബ്രാഹാം വിഷമിച്ച് വളരെ വ്യസനത്തോടുകൂടി സങ്കടത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. കാരണം അബ്രാഹത്തിനെ കാണുമ്പോൾ അവളെയും അവളുടെ മകനെയും കാണുമ്പോൾ സാറായിക്ക് ആകപ്പാട് അരിശം മൂക്കും. നമ്മൾ സാധാരണ ഇന്നത്തെ കാലത്ത് ഓരോ ഭാര്യമാർ പറയുന്നവരുള്ള കുത്തുവർത്തമാനങ്ങളൊക്കെ പറയാനും തുടങ്ങി. ഇത് ഒപ്പിച്ചു കൊടുത്തത്
സാറാ തന്നെയായിരുന്നു. എന്നാലും അതങ്ങ് മറന്നു. കുറ്റം ഇപ്പം അബ്രഹാത്തിൻ്റെ ആയി, അവളുടേതായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ കളഞ്ഞില്ല. അതിനു മുൻപ് തന്നെ ദൈവം ഇടപെട്ടു. കാരണം അബ്രഹാം വിഷമസങ്കടത്തിലായി. അതാണ് ഞാൻ പറയുന്നത്, ദൈവം വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി എന്ന് പറയും. ദൈവം വിളിച്ചവരെ അവിടുന്ന് നീതീകരിക്കാൻ നോക്കി. കാരണം ദൈവം കൊടുക്കുന്നത് ആ വാഗ്ദത്ത സന്തതി ഈ ഇസഹാക്കാണ്. അപ്പോഴെന്ത് ചെയ്യണം? മൂത്തവനെ അവിടെ വരാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാൻ പറ്റുകയില്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഇടപെട്ടു. അത് കണ്ടപ്പോൾ അവരുടെ വഴക്കിൽ ദൈവം തന്നെ ഇടപെട്ടു. അതിന് മധ്യസ്ഥതയുണ്ടാക്കി. ദൈവം അബ്രാഹത്തിനോട് പറയുന്നുണ്ട്, ഉൽപ്പത്തി 21-ാം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ സാറാ പറയുന്നത് പോലെ ചെയ്യുക. സാറാ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ അബ്രാഹത്തിന് തൻ്റെ ഇടമായി ഏതായാലും കൊണ്ട് കളയുക. വെറുതെയല്ല, അപ്പോഴത്തെ ആവശ്യത്തിനുള്ള വിശപ്പിനുള്ള ബാക്കി ദൈവം നോക്കിക്കൊള്ളും. കാരണം അബ്രഹാം ഇസ്ഹാക്കിന് വേണ്ടിയും അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അബ്രഹാത്തിന് എപ്പോഴും ഉള്ളത്. അതിന് പിൽക്കാലത്തേക്കോട്ട് നോക്കുമ്പോഴും അങ്ങനെയാണ്. ദൈവം എല്ലാം ചെയ്തുകൊള്ളും. ദൈവത്തിനറിയാൻ സർവ്വതും. അതിനപ്പുറം മനുഷ്യൻ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ആവശ്യമില്ല. അത് അസ്ഥാനത്താണ് നമ്മുടെ ചിന്തകൾ എന്നുള്ളത് അബ്രഹാം ചിന്തിച്ചു. അതുകൊണ്ട് ഇസ്മായേലും രക്ഷിക്കപ്പെട്ടു. മരിക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അലയേണ്ടി വന്നില്ല, കഷ്ടപ്പാടുകൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. ഹാഗാറിനും അതുപോലെ തന്നെ. അപ്പോൾ 22-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണാം, ദൈവിക പദ്ധതിയിലുള്ള വിശ്വാസത്തെപ്പറ്റി അപ്പനെ പോലെ തന്നെ മകനും അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നുവെന്നാണ് കാണാം. 22-ാം അധ്യായത്തിൽ അവിടെ ബലിയർപ്പണം, ആരെയാ ബലി അർപ്പിക്കേണ്ടുന്നത്? ഈ മകനെയാണ് ദൈവം കൊടുത്ത് തൻ്റെ വംശപരമ്പര നിലനിർത്താൻ ലോകം മുഴുവനുള്ള എല്ലാ ജനതകളെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത ഈ മകനെ ബലി കഴിക്കണം. അപ്പോൾ ഇവിടെ 22-ാം അധ്യായത്തിൽ ഞാൻ ഈ പറഞ്ഞത് അപ്പനെ പോലെ തന്നെ അചഞ്ചലമായ വിശ്വാസമുള്ള മകനുമാണ് ഇസ്ഹാക്ക് എന്ന് പറയാൻ കാരണം, ആ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാം അറിയാവുന്നതുപോലെ തന്നെയാണ് ഈ സകല കാര്യങ്ങളും അറിയാവുന്ന പോലെയാണ് ഇസ്ഹാക്ക് എന്ന ബാലൻ. എല്ലാം അറിയാവുന്ന പോലെ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ ബന്ധനസ്ഥനായി കിടക്കുകയാണ്. ബന്ധനസ്ഥനായി കണ്ട ഒരു യുവാവിനെ എതിർക്കാം, തട്ടിമാറ്റാം, കുതറി ഓടാം, ഇതൊന്നും ചെയ്തില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി യാതൊരു ഭാവപ്പകർച്ചയും ഇല്ലാതെ സന്തോഷത്തോടുകൂടി തന്നെ കിടക്കുന്നു. ബലിയർപ്പിക്കപ്പെടാൻ കഴുത്തറത്ത് നുറുക്കപ്പെട്ട് ശരീരം രക്തമൊഴുക്കി ബലിയായി മരിക്കുന്നതിന് വേണ്ടി ആണ്. അപ്പോൾ അത് അബ്രഹാത്തിന് ഉണ്ടായിരുന്ന വിശ്വാസം എൻ്റെ മകനെ എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന്. ഇസ്ഹാക്കിനുണ്ടായിരുന്ന വിശ്വാസം എന്നെ പൂർവാധികം തേജസ്സോടെ, മുൻപുണ്ടായിരുന്നതിലും തേജസ്സോടെയും ആരോഗ്യത്തോടെയും എന്നെ പുനർജീവിപ്പിക്കുകയും ദൈവം. ആ രണ്ടുപേർക്കുള്ള ആ ഉറച്ച വിശ്വാസം, അതുകൊണ്ടാണ് ഇസ്ഹാക്ക് അവിടെ കിടന്നത്. അല്ലെ നമ്മളിതൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കും, എടാ ഈ ഇസ്ഹാക്കിന് എന്ത് പറ്റി, എന്നിട്ട് മിണ്ടാതെ അങ്ങനെ അങ്ങ് കിടന്നോ? ഈ വിറകും ചുമന്നുകൊണ്ട് അവിടെ വന്ന് അത് അബ്രാഹാം ആ ബലിപീഠമൊക്കെ തയ്യാറാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങളെന്ന്. ഞാൻ എൻ്റെ വീഡിയോയിൽ മുൻപ് അത് ശരിയായിട്ട് ആ ഭാഗത്ത് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ വന്ന് അവിടെ കിടക്കുമ്പോൾ കഷണിക്കാനായിട്ട് കഴുത്ത് അറുത്ത് വെട്ടി രക്തം ഒഴുക്കി ബലി അർപ്പിച്ച് കഷണിക്കാനായിട്ട് അവിടുന്ന് കത്തി ഓങ്ങുമ്പോഴും ഈ ഇസ്ഹാക്ക് എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറയാനില്ല, പേടിച്ചില്ല. അസഞ്ചലനായിട്ട് കിടന്നത് ഇതാണ്. ഒരു ചലനവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി കിടന്നു. എന്തിനാ? ബലി അർപ്പിക്കുന്നതിന് വേണ്ടി തന്നെ അർപ്പിക്കട്ടെ. കാരണം എന്താ?
ദൈവത്തിനറിയാം എന്താണ് വേണ്ടിയതെന്ന്. ദൈവം ഒരിക്കലും ദോഷമായിട്ടല്ല ചിന്തിക്കുന്നത്. നമ്മുടെ ഈ ഭാഗങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലും അങ്ങനെയാണ്. നമുക്കൊരു സങ്കടം വന്നു, നമുക്ക് ഇഷ്ടമില്ലായ്മ വന്നു, പ്രയാസങ്ങൾ പലതും നേരിടാനുള്ള മനക്കരുത്തോ ഇല്ല, ശരീരത്തെ കരുത്തുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ അലസരായിട്ട് അല്ലെങ്കിൽ ഭഗ്നാശരായിട്ട് നിസ്സംഗതയോടൊക്കെ ജീവിക്കുന്ന പല വിധത്തിൽ ഇങ്ങനെ ജീവിക്കുന്നവർ ആണ് നമ്മുടെ അവസ്ഥ. പലപ്പോഴും പലരും അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഞാനും ആയാലും അങ്ങനെയായിപ്പോകും. അപ്പോൾ പക്ഷേ ഈ ഇസ്ഹാക്കിനെ പോലെ നമ്മൾക്കും ദൈവം വേണ്ടിയത് ചെയ്തുകൊള്ളും പ്രവർത്തിച്ചുകൊള്ളും എന്നുള്ള അചഞ്ചലമായ ഒരു വിശ്വാസം, ആ പൂർണ്ണമായ പ്രത്യാശ ദൈവത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്കതിൽ ഒട്ടും തന്നെ നമുക്ക് സങ്കോചപ്പെടേണ്ട. നമ്മളെ ആ വിഷമതകളൊന്നും അലട്ടത്തില്ല, ഒക്കെ സന്തോഷമായിട്ട് മാറും. സന്തോഷമായിട്ട് നേരിടാൻ നമ്മൾ പഠിക്കണം. കാരണം ദൈവത്തോട് അത്രയും അടുത്ത് നിൽക്കണം, എങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോഴങ്ങനെ അപ്പൻ കഷണിക്കാനായിട്ട് തലവെട്ടുന്നതായിട്ട് കത്തി ഓങ്ങുമ്പോഴും ഒരു ഭാവഭേദവും ഇല്ല ഇസ്ഹാക്കിന്. അചഞ്ചലമായിട്ട് കിടന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇസ്ഹാക്കിനെ കാണുന്നത് യേശുവിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ടാണ്. ഈ ബലിയും ഇസ്ഹാക്കിനെയും, ഈ ബലി സമയത്തുള്ള ഇസ്ഹാക്കിനെയും ഈ ബലിയെയൊക്കെ കാണേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്. അവിടെ അന്ന് ഗോഗൽസ മലയിൽ കർത്താവ് എങ്ങനെയാണോ ബലി അർപ്പിക്കപ്പെടാൻ പോകുന്നത്, അതിനുവേണ്ടി നിയുക്തനായത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ ഇസ്ഹാക്ക് നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മുന്നാസ്വാദനം, അത് മനസ്സിലാവുമല്ലോ. ക്രിസ്തുവിനും 10,000 വർഷങ്ങൾക്കും അപ്പുറം നടന്ന കാര്യം, ആ 3,500 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യം. അതാണ് പറഞ്ഞത്. ഇവിടെ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞത്, യേശു പറയുന്നത്, എൻ്റെ ദിനം അബ്രഹാം കാണാമെന്ന് ആഗ്രഹിച്ചു, കണ്ടു സന്തോഷിച്ചു ആനന്ദിച്ചു. എൻ്റെ ദിനം കണ്ട് ആനന്ദിച്ചു. അപ്പോൾ ഈ സമയം ഇതേപോലെ തന്നെയാണ് കാണുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു ഒന്നാമത്തെ കാര്യം, ഒരു 6-7 സാദൃശ്യങ്ങളാണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, ഇസ്ഹാക്കും യേശുവും സ്വപിതാവിൻ്റെ വാഗ്ദത്ത സന്തതികളാണ്. പിതാവിൻ്റെ ആ സാരാംശങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുള്ള വാഗ്ദത്ത സന്തതികളാണ് രണ്ടുപേരും. അതും ഇസ്ഹാക്ക് വാഗ്ദത്ത സന്തതിയാണ് അബ്രഹാത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി യേശു പിതാവിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. ലോകം മുഴുവനുള്ള ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോക ജനതകൾക്കുള്ള വാഗ്ദത്ത സന്തതിയാണ് യേശു. ഇത്രയും വർഷങ്ങളുടെ ഉൽപ്പത്തി ആദ്യം മുതൽ ഇങ്ങോട്ട് കാണാവുന്ന അതുവരെയും ഉള്ള സമയങ്ങളെല്ലാം ജനതകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, പ്രവാചകന്മാരും വിശുദ്ധരും എല്ലാവരും, സകല ജനതകളും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും ഇങ്ങനെ ഒരു രക്ഷകൻ യേശുവിന്, രണ്ടുപേരും. അപ്പോൾ ഈ ജനതകളുടെ പാപങ്ങളെല്ലാം, ലോകത്തിൻ്റെ പാപ കൂമ്പാരങ്ങൾ എല്ലാം പരിഹരിച്ച് സ്വയം ബലിയായി അവരെ എല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ടാവുമെന്ന് ഉൽപ്പത്തിയിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്നില്ലേ. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതി, ആ വാഗ്ദത്ത പുത്രനാണ് യേശു. ലോകരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി, മാനവ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അല്ല കുറച്ച് പേരുടെ അല്ല, യഹൂദരുടെ ക്രിസ്ത്യാനികളുടെ എന്നല്ല, സകല ജനതയുടെയും. ഇനി രണ്ടാമത് കാണാവുന്ന നമുക്ക് രണ്ടുപേരിലും കാണുന്ന സാദൃശ്യം എന്താണ്? രണ്ടുപേരും ബലി കഴിക്കപ്പെടണം. അവരുടെ ജീവിതം അത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് രണ്ടുപേരും ബലി കഴിക്കപ്പെടണം.
മൂന്നാമത് നമ്മൾ കാണുന്നത് രണ്ടുപേരുടെയും സ്ഥലം മോറിയാമലയാണ്. ഇസാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയത് മോറിയാമലയിൽ, യേശുവിനെയും കൊണ്ടുപോയത് അവിടെ കുരിശുമരണത്തിന്. ഏതാ മോറിയാമല എങ്ങനെയാകുന്നത്? മോറിയാമല ഞാൻ അതിൻ്റെ വീഡിയോയിലെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോറിയാമലയാണ് പിന്നീട് ജബൂസിയരുടെ നാടായ യെറുസലേമായത്. അപ്പോൾ യേശു ബലി കഴിക്കപ്പെടുന്നത് ഗോഗൽസായാണെന്ന് പറയാം. അപ്പം ഗോഗാണല്ലോ. ആ ഗോഗൽസ യെറുസലേമിൻ്റെ തൊട്ടടുത്ത ഒരു ചെറിയ കുന്നാണ്. അപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് ബലി കഴിക്കപ്പെടുന്നത്. ഇനി അടുത്ത സാദൃശ്യം കാണാവുന്നത് ഇസഹാക്ക്. നാലാമത് നമുക്ക് കാണുന്നത് ഇസഹാക്ക് ബലി അർപ്പിക്കാൻ വേണ്ടി വെട്ടിക്കീറിയ മരകഷ്ണങ്ങളും ചുമന്നുകൊണ്ടാണ് അവിടെ സ്വയം ചുമന്നുകൊണ്ട് മോറിയ മലയിലേക്ക് കയറി. യേശു ആണെങ്കിൽ തന്നെ ക്രൂശിക്കാനുള്ള മരക്കുരിശ് സ്വയം വഹിച്ചുകൊണ്ട് ഗോൽഗോഥ കുന്നിൻ്റെ മുകളിലെത്തി. നോക്കണം അവർ തമ്മിലുള്ള സാദൃശ്യങ്ങൾ. ഇനി അഞ്ചാമത് കാണുന്ന രണ്ടുപേരും സ്വർഗസ്ഥ പിതാവിൻ്റെ ആജ്ഞ നിവർത്തിക്കാൻ ആയിട്ടാണ് അവിടെ എത്തിയത്. നിവർത്തിച്ചവരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ. ഇവിടെ ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന് ആര് അബ്രഹാമാണോ ചിന്തിച്ചത്? അല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ആവശ്യപ്പെട്ടത്. അവരെ കൊണ്ടുപോയി ബലി കഴിക്കണം, എനിക്ക് വേണ്ടത് അവൻ്റെ ബലിയാണ്, അവനെ ബലിയർപ്പിക്കുന്നതാണ്. ഇവിടെ യേശുവിനെ ബലി കഴിക്കാനായിട്ടാണ് സ്വർഗസ്ഥ പിതാവാണ് നിശ്ചയിച്ചത്, അനാദികാലത്ത് നിശ്ചയിച്ചത്. ഇപ്പോൾ രണ്ടുപേരും ഇനി അടുത്തത് ആറാമതായിട്ട് കാണുന്നത് ഇസഹാക്കിനെ ബലിയുടെ ഉച്ചസ്ഥായിയിൽ, അതായത് അതിൻ്റെ കൾമിനേഷൻ ആ പോയിൻറ്റിൽ ഉച്ചസ്ഥായിയിൽ ദൈവം ഇസഹാക്കിനെ ബലി കഴിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, വിടുവിക്കുകയാണ് അവിടുന്ന്. വിടുവിച്ച് മുക്തനാക്കി. കാരണം എന്താ? അതേസമയത്ത് യേശുവിനെയോ ഇവിടെ സാദൃശ്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. യേശുവിനെ വിടുവിച്ചോ? ഇല്ല. യേശു ആകട്ടെ, എൻ്റെ ദൈവമേ നീ എന്നെ എന്തിന് കൈവിട്ടു എന്ന് ഗദ്ഗത കണ്ഠത്തോടുകൂടി അവിടുന്ന് വിളിച്ച് തല ചായ്ക്കുകയാണ്. കാരണം എന്താ? ഇസ്ഹാക്കിൻ്റെ പേരിലുള്ള ആ ബലി എന്തോ ആയിരുന്നു? താൽക്കാലികമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസായിരുന്നു. അബ്രഹാത്തിനും ഈ ദൈവമായിട്ടുള്ള ആ വിശ്വാസ സ്ഥിരത, ഉടമ്പടി ആണിവിടെ തെറ്റാതെ അബ്രഹാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനുണ്ടോ? എനിക്ക് വേണ്ടി സകലതും ഉപേക്ഷിക്കാൻ, സ്വന്തം മകനെപ്പോലും ഞാൻ വാഗ്ദത്തം നൽകി കൊടുത്ത മകനെപ്പോലും ഉപേക്ഷിക്കാൻ അവിടുന്ന് അബ്രഹാം സന്നദ്ധനാണോ എന്നുള്ള ഒരു ടെസ്റ്റായിരുന്നു, അവിടെ പരീക്ഷണമായിരുന്നു. അത്രയേ ഉള്ളായിരുന്നു ആവശ്യം. ആ വിശ്വാസ സ്ഥിരത, വിശ്വാസം തെളിയിക്കണം. അതായത് യേശു ആണെങ്കിലോ, യേശുവിനെ വിടുവിച്ചു, ആരും വിടുവിക്കാൻ പറ്റിയില്ല. അവിടെ യേശുവിനെ വിടുവിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരുമില്ല. അമ്മയുണ്ട്, യോഹന്നാൻ ഉണ്ട്, മറ്റു കുറേ ശിഷ്യർ മാറി, സ്ത്രീകളും കുറച്ച് പേര് ദൂരെ മാറി നിന്നിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് വിടുവിക്കാൻ പറഞ്ഞുവിടെ. പരിശുദ്ധ കന്യാമറിയം അവിടെ ഉണ്ട്. അവിടുന്ന് കന്യാമറിയം ഇതെല്ലാം കണ്ട് ആദ്യം മുതലേ ഇങ്ങോട്ട് യേശുവിൻ്റെ ജീവിതം ഇങ്ങോട്ട് കണ്ട് ഇതെല്ലാം തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഗത്ത് മനസ്സിലാക്കിയത് മറ്റുള്ളവരോടും പറയാതെ പ്രകടിപ്പിക്കാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറിയം അവിടെ നിന്നപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹമുണ്ട് മകനെ വിടുവിക്കണം എന്ന്. പക്ഷേ പറഞ്ഞു അതിനല്ലല്ലോ മകൻ വന്നിട്ടുള്ളത്. കാരണം പരിശുദ്ധ മറിയം ഇതെല്ലാം പഠിച്ച ആളാണ്. ഇസ്ഹാക്കിനെ വിടുവിച്ചതുപോലെ അപ്പോൾ ചിന്ത വന്നു കാണുക, എൻ്റെ മകനെയും കൂടെ വിടുവിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. പക്ഷേ ചെയ്തില്ല. അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ പരിശുദ്ധ അമ്മ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ
ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം മാതാവ് അവിടെ നിന്നുകൊണ്ട് ആവർത്തിച്ചിരിക്കും. കാരണം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക, ഞാനതനുസരിക്കുന്നു, മകനെ ബലി കഴിച്ചോളാം. അതാണ് മാതാവിൻ്റെ ആ മഹത്വം. ഇവിടെ ഇസാക്കിൻ്റെയും അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും ആ മഹത്വം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോട്ടോടൈപ്പാണ്. സാദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തിനാണ് യേശു എൻ്റെ ദൈവമേ നീ എന്നെ എന്തിന് കൈവിട്ടുവെന്ന് ഗദ്ഗദകണ്ഠനായിട്ട് കരഞ്ഞ് പറഞ്ഞത്? ഇപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് കർത്താവ് അവിടെ കിടന്ന് നിലവിളിച്ചു എന്നാണ്. യേശു നിലവിളിച്ച് കരഞ്ഞ് ദൈവമേ ദൈവമേ എന്ന്. അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് പറയുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അല്ല, ഹിന്ദു സഹോദരങ്ങളാരും പറയുന്നില്ല. അവർക്ക് അത് അങ്ങനെ അങ്ങ് പറയാൻ തക്കവണ്ണമുള്ള ഇതൊരു അത്രയ്ക്ക് മോശമായിട്ടില്ല അവരുടെ മനസാക്ഷികൾ എന്നുള്ളതാണ്. അത് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും. വായിച്ച് പഠിക്കാതാണ് അവർ ഓരോന്ന് പറയുന്നത്. അങ്ങും ഇഞ്ഞും ഓരോ വാക്യങ്ങൾ എവിടെയെങ്കിലും ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ മദ്രസകളിലോ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള ഉസ്താദുമാർ പറയുന്നതോ, എന്തെങ്കിലും മറ്റുള്ളവരെ അവമാനിക്കാൻ, ക്രിസ്ത്യാനികളെ അവമാനിക്കാൻ കിട്ടുന്ന വാക്കുകൾ വിട്ട് കളയത്തില്ലല്ലോ. അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടും കൊണ്ടാണ് അവർ ഈ പറയുന്നത്. അല്ല, വായിച്ച് ബൈബിൾ ഒരാവർത്തി മുഴുവനും മനസ്സിരുത്തി വായിച്ചവരാരും അങ്ങനെ പറയത്തില്ല. യേശു എന്തിനാണ് കരഞ്ഞത് ഗദ്ഗദകണ്ഠനായി എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ഇവിടെ കരഞ്ഞു. ദുഃഖം തളം കെട്ടി തൊണ്ടയിൽ നിന്ന് പുലമ്പുന്നതാണ് ഗദ്ഗദകണ്ഠനാവുക എന്ന് പറയുന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ എന്തിന് കൈവിട്ടുവെന്ന്. അവിടെ ഗെത്സമേൻ തോട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ രക്തം വേർപ്പ് ആയിട്ട് മാറി അവിടെ നിലത്ത് വീണുവെന്ന്. എന്താണ്? മനുഷ്യ വംശത്തിൻ്റെ സകല ജനതകളുടെയും പാപങ്ങളെല്ലാം ഏറ്റ് അതിന് തക്കതായ പരിഹാരം ചെയ്യാനാണ് യേശു വന്നത്, ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി. അപ്പോൾ ലോകം മുഴുവൻ്റെയും പാപങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ലോകാവസാനം വരെയും അവൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ളത് അതെല്ലാം കണ്ടു കർത്താവ്. അതിന് താൻ ഇത് അർപ്പിക്കുന്ന പരിഹാര ബലി എങ്ങനെയാണ്, എന്തെല്ലാം വേദനകളാണ് എന്നുള്ളതും കണ്ടു മനസ്സിലാക്കി കർത്താവ് ദൈവം പിതാവ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും പാപങ്ങളും ഈ പാപത്തിന് പരിഹാരം ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു ഹിമാലയ പർവ്വതം പോലെ ഇങ്ങനെ കിടക്കുകയാണ് ലോകത്ത് അവസാനം വരെയുള്ള ജനതകളുടെ. അത് വിശ്വാസികളെന്ന് പറയുമ്പം യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രമല്ല, ലോക ജനതകളുടെ, എല്ലാ ജനതകളുടെയും. അപ്പോൾ ഇതിന് തക്കതായ പരിഹാരം ചെയ്യണം. അപ്പോൾ യേശു ആരാണ്? ദൈവവുമാണ് മനുഷ്യനുമാണ്, ഒരേ സമയം തന്നെ രണ്ടും ഉണ്ട്. അവിടെ ആ ദൈവത്വം ഈ വേദന സഹിക്കുമ്പോൾ, കുരിശിൽ കിടക്കുമ്പോൾ അല്പസമയത്തേക്ക്, കുറച്ച് സമയത്തേക്ക്, 1.25 മണിക്കൂർ സമയത്തേക്ക് പാടില്ല. അത് മുഴുവനായിട്ട് ആ വേദന അനുഭവിച്ചതിൻ്റെ എങ്കിലേ, പച്ച മനുഷ്യനായിട്ട് അനുഭവിച്ചെങ്കിലേ പാപപരിഹാരം യഥാർത്ഥത്തിലാകത്തുള്ളൂ. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരുടെയും കൂടെ പരിഹാരം. അത്ര വേദന സഹിക്കണം, മനുഷ്യന് സാധിക്കാത്തതാണ്. അതാണ് ദൈവം വെളിവാക്കി കൊടുത്തത്. അപ്പോഴാണ് പറഞ്ഞത്, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ മനസ്സുണ്ടെങ്കിൽ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചത് ഗോൽഗോഥായിൽ പിറ്റേ ദിവസം. ഇതെല്ലാം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ പാനപാത്രം നീ കുടിക്കുമെന്ന് പറഞ്ഞു. അത് കുടിച്ചേ പറ്റിയുള്ളെന്ന് മാലാഖ അറിയിച്ചു, ദൂതൻ അറിയിച്ചു. സമയമായപ്പോൾ ആ തന്നിൽ നിന്ന് ആ ദൈവത്വം ആ മനുഷ്യനിൽ മാറിയുമാണ്. യേശു എന്ന മനുഷ്യനാണ് അവിടെ നിന്ന് ലോകം മുഴുവനുള്ള ജനതകൾക്ക് വേണ്ടി പരിഹാര ബലിയാകുന്നത്, ബലിയർപ്പിക്കുന്നത്, അത്രയും വേദനകളെല്ലാം സഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ ആ വേദന സഹിക്കാൻ വയ്യാതെ കർത്താവ് ദൈവവുമായിട്ടുള്ള ബന്ധം പോയല്ലോ, പിതാവുമായിട്ടുള്ള ബന്ധം കുറച്ച് നേരത്തേക്കെങ്കിലും അത് ചിന്തിക്കാൻ പറ്റത്തില്ല യേശുവിന്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധ ത്രിത്വത്തിൽ നിന്ന്
ഉള്ള ആ ബന്ധം മാറി താൻ ഒറ്റപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ. അതാണ് അവിടുന്ന് ഗദ്ഗദകണ്ഠനായത്, കരഞ്ഞു വിളിച്ചത്. അല്ലാതെ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ക്രൂശിക്കുന്നു, എന്നെ കൊല്ലുന്നു, എനിക്ക് സഹിക്കാൻ വയ്യ എന്നുള്ളതല്ല. അത് നമ്മളെ ഇവിടെ സിനിമ ഗാനമുണ്ടല്ലോ, ഗോകുൽസാ മലയിൽ നിന്നും വിലാപത്തിൻ്റെ മാറ്റൊലി കേട്ട്. കാരണം അദ്ദേഹത്തിന് വല്ലതും അറിയാം, ഈ പാട്ട് എഴുതിയ വയലാറിനോ കൂട്ടർക്കോ കാണും വല്ലതും അറിയാം അവിടെ എന്തുവാണെന്ന് വിലാപത്തെ. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തീയ ദർശനം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സിനിമാക്കാർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി ക്രിസ്ത്യാനികളായാൽ പോലും സിനിമാ രംഗത്തുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ പാട്ട് പാടി. അത് ഒരു വിശ്വാസിക്കും പാടാൻ കൊള്ളാതെയാണ്. നമ്മൾ തന്നെ നമ്മളെ പഴിക്കുന്നു, നമ്മുടെ ദൈവത്തെ നമ്മൾ നിരസിച്ച് പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ പള്ളികളിലോ പ്രാർത്ഥന കൂട്ടായ്മകളോ നമ്മുടെ പാട്ട് പുസ്തകത്തിൽ പോലും അത് ഉൾപ്പെടുത്താൻ പാടില്ല. അത്രയ്ക്ക് അവഹേളനപരമാണ്. ദൈവം അവിടെ പദം പറഞ്ഞ് കരഞ്ഞെന്ന് യേശു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ദൈവം അങ്ങനെ തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം വേദന മാറ്റുന്നതിന് വേണ്ടി പദം പറഞ്ഞ് കരഞ്ഞിട്ടില്ല. മനുഷ്യരുടെ പാപത്തിന് പരിഹാരമാകുന്ന ആ വേദനകൾ അവർക്കെല്ലാവർക്കും വേണ്ടി പച്ച മനുഷ്യനായിട്ട് അനുഭവിക്കുകയായിരുന്നു. ആ വേദന കർത്താവേ, എന്നാലും പിതാവേ നീ എന്നെ കൈവിട്ടുവല്ലോ കുറച്ച് നേരത്തേക്ക്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ യേശു കരഞ്ഞിട്ടില്ല. ആ പാട്ട് നമ്മൾ അല്പമെങ്കിലും യേശുവിൻ്റെ ആ ചരിത്രം, അപ്പോഴത്തെ ആ സംഭവം, ആ ഗോകുൽസായിലെ ഗെത്സമേൻ തോട്ടത്തിലെ ഗോകുൽസായിലെ ഈ സംഭവങ്ങളെപ്പറ്റി ബോധമുള്ളവർ, അത് ആത്മായരായാലും സുവിശേഷ പ്രഘോഷകരായാലും വൈദികരായാലും മെത്രാന്മാരായാലും ശരി, ആരായാലും ശരി, ബോധമുള്ളവർ ആ പാട്ട് നമ്മുടെ പള്ളിയിൽ വയ്ക്കാൻ പാടില്ല. നമ്മളൊക്കെ പ്രാർത്ഥന കൂട്ടായ്മകൾ കേൾക്കാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും വായിൽ നിന്ന് അത് വെളിയിലോട്ട് വരാൻ പാടില്ല. ഇങ്ങനെയുള്ള വേറെയുണ്ട് പാട്ടുകൾ. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞത്. യേശുവിൻ്റെ കുരിശ് ബലിയുടെ ഒരു പ്രോട്ടോടൈപ്പായിരുന്നു ഇസാക്കിൻ്റെ ബലി, അല്ലെ ഇസാക്ക് അപ്പോഴത്തെ ആ റോൾ എന്ന് ഞാൻ പറഞ്ഞത്. അത് കൂടുതൽ വിശദീകരിക്കാൻ ഉള്ള സമയമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഭാഗങ്ങൾ, ആ വീഡിയോകളൊക്കെ കാണണം. ഈ 22-ാം അധ്യായം നിങ്ങൾ അതുപോലെ ഇതും ഞാൻ വളരെ വിശദമായിട്ട് ആഴത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അറിവല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ അറിവാണ്. പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അധരം കൊടുത്തു എന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണണം, മുഴുവനായിട്ട് കാണണം. ഒരു ക്രിസ്ത്യാനികളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും കാണണം. മറ്റുള്ളവരും കണ്ട് ക്രിസ്തീയത എന്താണ്, ക്രിസ്തു മതത്തിൻ്റെ ഈ ഭാഗങ്ങൾ, കാരണം എല്ലാവരും തെറ്റിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. മറ്റുള്ളവർക്കെല്ലാം സംശയമാണ്. ഞാൻ മുസ്ലിം സഹോദരങ്ങൾ തന്നെ എല്ലാവരും ഈ പലരും പറയുന്ന ഓരോ കമൻറ്റുകൾ ഓരോ ഭാഗങ്ങളിൽ ഇടുമ്പോൾ യേശു ദൈവമല്ല അവിടെ കിടന്ന് നിലവിളിച്ചാണ്, എല്ലാ ദൈവമേ എന്ന് നിലവിളിച്ച് കരഞ്ഞതാണ് കുരിശിൽ കിടന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിടുന്ന ഇപ്പോഴും ഉണ്ട്. ആ ഈ മൂഢത പറഞ്ഞ്, അന്ധത പറഞ്ഞ് ഇടുന്ന കമൻറ്റുകളൊക്കെ കണ്ടാൽ, പറച്ചിലുമൊക്കെ വളരെ സങ്കടം തോന്നും. അത് നിങ്ങൾ പഠിക്കാൻ അവർ ശ്രമിക്കത്തതുമില്ല, വായിക്കത്തുമില്ല. കാരണം അവരെ അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത് അവളുടെ ഇസ്ഹാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. അടുത്ത 2-ാം ഭാഗം നമുക്ക് ഉടനെ ചെയ്യാം.